ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തോടുകൂടെ നടന്ന് പാപത്തെ ജയിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന 10 പാപങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ 10 പാപങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ ഗൗരവമായി നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും സൂക്ഷിച്ചൊഴിയുകയും ഒക്കെ ചെയ്യുക. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഞാൻ ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകുന്നിടത്തൊക്കെ ഏറ്റവും അധികം പാപത്തെക്കുറിച്ച് തന്നെയാണ് പ്രസംഗിക്കുന്നത്. പാപത്തെക്കുറിച്ച് ഞാൻ പരാമർശിക്കാതെ പോകാറില്ല. കാരണം അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കും എല്ലാം അപ്പുറത്ത് ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തെ ജയിച്ചുള്ള ഒരു ജീവിതമാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 10 പാപങ്ങൾ, ആ പാപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളോ സംശയങ്ങളോ തർക്കത്തിന്റെ ആവശ്യങ്ങളോ ഒന്നുമില്ല. പ്രവേശിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും പ്രവേശിക്കത്തില്ല എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ പാപങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ പല ഭാഗങ്ങളിലായിട്ടാണ് വാക്യങ്ങൾ ചിതറിക്കിടക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിന്റെ പ്രവർത്തികൾ, ജഡത്തിന്റെ പ്രവർത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 2-3 ഭാഗങ്ങളിൽ ഈ വക പ്രവർത്തിക്കുന്നവർ നഗരത്തിന് പുറത്താണ്, അല്ലെങ്കിൽ ഗോപുരത്തിന് പുറത്താണെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇന്ന് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലെ ഭാഗങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ആ 10 പാപങ്ങളെന്നും അതിനെക്കുറിച്ച് വളരെ വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ പറയുന്നത്, ആ ഒരു ദൈവാത്മാവിൻ്റെ ആ ഒരു വിശുദ്ധിയും അല്ലെങ്കിൽ ഒരു ആത്മീയ അന്തരീക്ഷത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എനിക്കൊരു ഭയമുണ്ടെങ്കിലും ഞാൻ തുറന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വാർത്തയായിരുന്നു. ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഒരാൾ വന്നിരുന്ന് അദ്ദേഹം ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പല ആൾക്കാരും പറയുകയാണ്, ഈ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെയുള്ള ആൾക്കാർ സത്യത്തിലുണ്ടോ, ഇതൊക്കെ സത്യമാണോ എന്നുള്ളത്. പക്ഷെ ദൈവവചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഇന്നല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഇതിനെക്കുറിച്ച് കുറിച്ചിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഈ പറയാനായിട്ട് പോകുന്ന പാപങ്ങളുടെ ലിസ്റ്റിൽ പുരുഷകാമികൾ എന്നുള്ള ഒരു പാപമുണ്ട്. ഒരു കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പുരുഷകാമികൾ. അവര് അതിന് ചില ട്രാൻസ്ലേഷൻസ് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് തന്നെയാണ്. ഇത് വളരെ സത്യമായൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഡിഗ്രി പഠന കാലയളവിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2005-2006 ആ സമയത്താണ്. അന്ന് ദ വീക്ക് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഈ കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീക്കിൽ ഒരു ആർട്ടിക്കിൾ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ ഉള്ള ഇങ്ങനത്തെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇന്ത്യയിലെ തന്നെ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇതിന് ഇപ്പോൾ ഈ വാർത്തകൾ വരുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എത്ര വ്യക്തമായിട്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് വളരെ വേർപാടോടും വിശുദ്ധിയോടും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി സൂക്ഷിച്ചതിൽ നിന്നെല്ലാം ഒഴിയണം. എന്തൊക്കെയാണ് 10 കൂട്ടം പാപങ്ങൾ? ഈ പാപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പാപങ്ങളുടെ ലിസ്റ്റ് 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളിൽ ചിലരും ഈ വകക്കാർ ആയിരുന്നു. അതായത് കൊരിന്ത്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ഒരു കൊരിന്ത്യൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതം അസന്മാർഗിക ജീവിതമായിരുന്നു. അതായത് ഈ ഇത്തരത്തിലുള്ള ലൈംഗിക പാപങ്ങൾ ഒന്നും തെറ്റല്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇതിനെയെല്ലാം ജീവിത ശൈലിയാക്കി ജീവിച്ച ആളുകളാണ് അന്ന്
കൊരിന്തിലുണ്ടായിരുന്നത്. ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയാണ്. കാരണം ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വീണ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സംസ്കാരം ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിലെ പാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും ഒരു പരിധി വരെ ഇത് വിലക്കുന്നുണ്ട്. കാരണം ഈ ഹോമോസെക്ഷുവാലിറ്റി ഇന്ത്യയിൽ ഇതുവരെയും ചില സ്ഥലങ്ങളിൽ ഒഴികെ ലീഗലൈസ് ചെയ്തിട്ടില്ല. കുടുംബം, വിവാഹം, അതിനോടൊക്കെയുള്ള സാംസ്കാരികമായ കാഴ്ചപ്പാടുകൾ പലതും വേദപുസ്തകത്തിനോട് ചേർന്ന് പോകുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പോകട്ടെ. അപ്പം ഈ പാപങ്ങളുടെ ലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തേത് 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്. ദുർനടപ്പുകാർ, ഫോർണിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ദുർനടപ്പുകാർ. ഈ ദുർനടപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ജീവിത ശൈലി പാപമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കള്ളം പറയണമെന്നല്ല ഞാൻ പറഞ്ഞേ, കള്ളം പറയുന്നത് പോലോ എന്തെങ്കിലും ഒരു നമ്മൾ പറയുന്ന ചെറിയ തെറ്റുകൾ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഈ ദുർനടപ്പ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ ശരീരം, എൻ്റെ അവയവം, എൻ്റെ ഈ അവയവത്തെ പാപത്തിനായിട്ട് അല്ലെങ്കിൽ ദുർനടപ്പിനായിട്ട് ഞാൻ തന്നെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ജീവിത ശൈലി പാപമാണ്. കാരണം ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന ഈ ലിസ്റ്റിലുള്ള പാപങ്ങളെല്ലാം തന്നെ ജീവിത ശൈലി പാപങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ദുർനടപ്പിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, പക്ഷെ ദുർനടപ്പുകാരൻ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവർ ഇരുവരും ഒരു ശരീരമായി തീരും എന്നുള്ളതാണ്. അവരിരുവരും ഒരു ശരീരമായി തീരും. ശരിക്കും ഈ ഒരു ശരീരമായി തീരുക എന്ന് പറയുന്നത് കർത്താവുമായിട്ട് പറ്റിച്ചേരുന്നവൻ ആ കർത്താവുമായിട്ട് ഏക ആത്മാവാകുന്നു. അടുത്തത് തൻ്റെ ശരീരത്തെ വേശ്യയോട് പറ്റിച്ചേരുന്നവൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവൻ അവളുമായി ഏകാത്മാവാകുന്നു, അല്ലെങ്കിൽ ഏക ശരീരമായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഈ ദുർനടപ്പ് എന്ന് പറയുന്ന ആ ഒരു പാപം, ആ പാപത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള പാപങ്ങളിൽ തുറക്കപ്പെടുന്ന ചില പൈശാചികമായ വാതിലുകളുണ്ട്. അതായത് ഇത്തരത്തിലുള്ള പാപത്തിൽ അകപ്പെട്ടു പോയിട്ട് പിന്നീട് ദൈവകൃപയിലേക്ക് വരുന്നവർക്ക് പോലും പിശാചിന്റെ ചില പ്രവർത്തികളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതിന്റെ കാരണം ഇത്തരത്തിലുള്ള പാപങ്ങളിൽ, ലൈംഗികമായ പാപങ്ങളിൽ ചില വാതിലുകൾ പിശാചിന് കയറുവാനായി തുറന്നു കൊടുക്കുമ്പോൾ പിന്നീട് ഒരുപാട് കണ്ണുനീരും ഒരുപാട് പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ഇത്തരത്തിലുള്ള പാപങ്ങളിൽ പോകുന്നവർക്ക് മടങ്ങി വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ളത് പലയിടത്തും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥമായ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവകൃപയും ഒന്നും അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് ദുർനടപ്പ് എന്ന് പറയുന്ന ഒരു പാപത്തെ വളരെ കർശനമായി ദൈവവചനം വിലക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർ ദൈവരാജ്യത്ത് പ്രവേശിക്കുക ഇല്ല എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തേത് വിഗ്രഹാരാധികളാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മൂന്നാമത്തേത് വ്യഭിചാരികൾ ആണ്. അപ്പം ഈ ദുർനടപ്പും വ്യഭിചാരവും ഇത് രണ്ടും ഏകദേശം ചേർന്ന് പോകുന്ന അത് തന്നെ ലൈംഗികമായ പാപങ്ങളാണ്. അടുത്തത് നാലാമത്തേത് സ്വയംഭോഗികളാണ്. സ്വയംഭോഗികൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനുകളിൽ എഴുതിയിരിക്കുന്നത് ഹോമോസെക്ഷൽസ് എന്നാണ്. ഹോമോസെക്ഷൽസ് അതായത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ളത്. അതിനെയൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത്. പക്ഷേ ഇത് പാപമാണ്. ദൈവരാജ്യത്തിൽ ഒരിക്കലും പ്രവേശിക്കത്തില്ല. കാരണം ദൈവം വെച്ച വ്യവസ്ഥകൾക്ക് വിരോധമായിട്ടുള്ളതാണ്. ദൈവം എല്ലാ കാലവും വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പാപം. അടുത്ത പാപമാണ് പുരുഷഗാമികൾ. ഈ പുരുഷഗാമികളെ കുറിച്ച് ചില ട്രാൻസ്ലേഷനുകളിൽ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് തന്നെയാണ്. സാധാരണ ഈ സ്ത്രീകൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ളത് നമുക്ക് സമൂഹത്തിന് അറിയാം. പക്ഷെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ന് അത് ഒന്നും ഒരു കുഴപ്പമില്ലെന്നുള്ള നിലയിൽ ആളുകൾ വന്ന് ഞാൻ ഇതാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഒരു നാണവുമില്ലാതെ സമൂഹത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം ധാരാളം ദൈവദാസന്മാർ പോലും നമ്മുടെ മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടായ്മകളിൽ, തലമുറകളിൽ ഒക്കെ ഇത് പറഞ്ഞു മനസ്സിലാക്കുക.
സത്യസന്ധമായിട്ട് ദൈവവചനം അതേ തലമുറകളെ പഠിപ്പിക്കുക. പാപത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം തന്നെ നമുക്ക് ആവശ്യമാണ്. ഈ ചാനലിൽ ഒരുപക്ഷെ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. ഞാൻ കോപത്തെക്കുറിച്ചും കണ്ണുകൾ മുഖാന്തരമുള്ള പാപങ്ങൾ, ഇത്തരത്തിലുള്ള പാപത്തെക്കുറിച്ചെല്ലാം ധാരാളം സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അടുത്തത് കള്ളന്മാരാണ്. തീവ്സ്, കള്ളന്മാർ. എല്ലാ തരത്തിലുള്ള കള്ളത്തരവും, നമ്മുടേതല്ലാത്തത് എന്താ പറയുന്നത്, കവർന്നെടുക്കുക, അത് പിടിച്ചു പറിക്കുക, മോഷ്ടിക്കുക, എല്ലാ തരത്തിലുള്ള കള്ളത്തരവും ദൈവരാജ്യം അതിനെ വിലക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് അതെ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല, അനുവാദം ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായി ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റേതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതെ, നിങ്ങൾ അതിനെക്കുറിച്ച് അതെ ചിന്തിക്കുക. ഈ അടുത്ത പാപം എന്ന് പറയുന്നതാണ് അത്യാഗ്രഹം. അത്യാഗ്രഹം. ഈ അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഈ ആഗ്രഹം, ഓക്കെ, ഭക്തന്മാരുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത്യാഗ്രഹം എന്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹമാണ്? പണത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ലോകത്തിലെ പലതിനു വേണ്ടിയുമുള്ള അത്യാഗ്രഹങ്ങൾ. ഈ മോഹം, അത്യാഗ്രഹം, ഇതൊക്കെ പലപ്പോഴും ചേർന്ന് പോകുന്ന ഒന്ന് തന്നെയാണ്. ദൈവം എല്ലാ കാലത്തും വെറുക്കുന്ന പാപങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് ഈ ഒരു അത്യാഗ്രഹം. നമ്മളതിനെ ഒരു നിസ്സാരമായ കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അത്യാഗ്രഹം, ഈ പഴയ നിയമ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അവരെ ഒരു രാജ്യം ദൈവം അവർക്ക് കൊടുത്തു. ഓരോരുത്തർക്കും സ്ഥലം വിഭാഗിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പം ദൈവം അവരോട് പറഞ്ഞ 10 കൽപ്പനകളിൽ ഒരു കൽപ്പനകളാണല്ലോ നമുക്കറിയാമല്ലോ, മോഹം. മോഹിക്കരുത്. എന്താണ് മോഹിക്കാൻ പാടില്ലാത്തത്? നിന്റെ കൂട്ടുകാരൻ്റെ വീട്, അവന്റെ ഭാര്യ, അവന്റെ വസ്തുവകകൾ, അവന്റെ ഒന്നിനെയും നീ മോഹിക്കാനായിട്ട് പാടില്ല. എന്താ കാര്യം? കാരണം മോഹം, ഈ അത്യാഗ്രഹം അല്ലെങ്കിൽ മോഹമാണ് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത്. അതായത് ദൈവം സ്വപ്നം കണ്ട ഇസ്രായേലിന്റെ ആ ഒരു സൊസൈറ്റിയിൽ എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ആടുമാടുകൾ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ താമസിക്കണം. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ താമസിക്കണം. അതായത് ആ സന്തോഷത്തെ കെടുത്തുന്ന ഒന്നും ആരുടെയും ഇടപെടലുകളിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്യാഗ്രഹം. മദ്യപന്മാർ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അറിയാമല്ലോ, മദ്യപാനം, വെറിക്കൂത്ത്, അത് നിങ്ങളും ഈ വകക്കാരായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പാപങ്ങൾ സൂക്ഷിച്ച് ഒഴിയുക എന്നുള്ളതാണ്. അടുത്തത് ഒന്നാണ് വാവിഷ്ഠാണക്കാർ. അത് കുറച്ച് സമയങ്ങളൊന്നും പറയാതെ പോകാതിരിക്കാനായിട്ട് പറ്റില്ല. എനിക്കൊന്ന് ഏറ്റവും അധികം മാനസാന്തരം ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന വാവിഷ്ഠാണക്കാർ എന്ന് പറയുന്നത്. വാവിഷ്ഠാണക്കാർ ആരാണ് സത്യത്തിൽ ഈ വാവിഷ്ഠാണക്കാർ? ഞാൻ ഈ വാവിഷ്ഠാണക്കാരെ കുറിച്ച് പഠിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയാണ്. ബോധപൂർവം മറ്റുള്ളവരെ വലിച്ചു കീറുന്നു, തേജോവധം ചെയ്യുന്നു. ഈ ചിലരുടെ ജീവിത ശൈലിയുടെ ഭാഗമാണ്, അവരുടെ സംസാര ശൈലിയുടെ ഭാഗമാണ്. മുഖത്തടിച്ചതുപോലെ സംസാരിക്കുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, മുറിവുകൾ വരുത്തുന്നു, വാക്കുകൾ കൊണ്ട് ആളുകളെ കൊല്ലുന്നു. ഇതാണ് ശരിക്കും വാവിഷ്ഠാണക്കാരുടെ ട്രാൻസ്ലേഷൻ. അതിൻ്റെ മീനിങ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നു. അപ്പം ആ കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് സംയോജിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിയാൽ, എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയാൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ, മറ്റുള്ളവരെ തേജോവധം ചെയ്താൽ, ആ വ്യക്തി ഒരിക്കലും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അപ്പൊ ശരിക്കും യഥാർത്ഥമായ ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ പിടിച്ച് പറിക്കാർ. എല്ലാ തരത്തിലുള്ള പിടിച്ചുപറി, അതായത് ഈ പറയുന്ന എന്താ പറയുന്നത്, പിടിച്ചുപറി എന്ന് പറയുമ്പം നമ്മൾ നേരിട്ട് പിടിച്ചു പറിക്കാൻ പോകുന്നില്ലെങ്കിലും എന്താ പറയുന്നത്, മറ്റുള്ളവരെ കബളിപ്പിച്ചും അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള, അവരുടെ പോക്കറ്റിൽ കിടക്കുന്നത് അടിച്ചു മാറ്റാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവൃത്തിയും പിടിച്ചു പറിക്ക് തുല്യമാണ്. ഓക്കെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പം ഇങ്ങനെയാണ്
ഈ 10 കൂട്ടം തരത്തിലുള്ള പാപങ്ങൾ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ഇവർ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്താലും അവിടുത്തെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ, അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ നാമത്താൽ നാം ശുദ്ധീകരണം പ്രാപിച്ച് ഇത്തരത്തിലുള്ള പാപപ്രവർത്തികളിൽ തുടരാതെ വിശുദ്ധീകരണം പ്രാപിച്ച് പാപത്തെ ജയിച്ച് നിത്യതയിലേക്ക് എത്തിച്ചേരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. എന്നിട്ട് താഴോട്ട് പറയുന്ന ഭാഗങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ കണ്ണുകളാണ്. നമ്മുടെ കൈകൾ ദൈവത്തിൻ്റെ കൈകളാണ്. നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആലയമായി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു പുതിയ നിയമ ചിന്തകളിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള പാപങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണ്. ദൈവ മന്ദിരമായ നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് ഇത് വിട്ടോടാനായിട്ട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉണർവ് സംഭവിച്ചിട്ടുള്ള എല്ലായിടത്തും പാപബോധമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. പാപത്തെക്കുറിച്ച് കുറച്ചധികം മെസ്സേജുകൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. കാരണം ദൈവവചന ധ്യാനത്തിങ്കിൽ, പ്രാർത്ഥനയെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിച്ചത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. കർത്താവ് നിങ്ങളെ സഹായിക്കും.